ഓക്കെ. അഹമ്മദിയ കമ്മ്യൂണിറ്റി ഇൻ ബംഗ്ലാദേശ്. നിങ്ങൾ ഇവിടെ ഒരു അഹമ്മദിയ കമ്മ്യൂണിറ്റിയുടെ ഒരു 2023 അവരെ കലാപത്തിനിരയായി അവർക്ക് കിട്ടിയ ചില സമ്മാനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവരൊരു ബംഗ്ലാദേശിലൊരു 1,00,000 മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ നേതാവ് മിർസ ഗുലാം അഹമ്മദ് മഹദി, പ്രോമിസ്ഡ് മഹദി ഓർ മിഷിഹ ആയിട്ടാണ്. വിച്ച് ഇസ് സീൻ ആസ് എ റിജക്ഷൻ ഓഫ് ഫൈനൽ. ഇതത് മുഹമ്മദ് ഫിനാലിറ്റി അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് കഴിഞ്ഞും പ്രോഫറ്റുകളുണ്ട്. മുഹമ്മദ് ഒറ്റ കാര്യം വന്നിട്ട് നോക്കിയാൽ എത്രമാത്രം ഇസ്ലാം മുഹമ്മദ് സെൻട്രിക് ആണെന്ന് പറഞ്ഞു. ഇസ്ലാം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദീൻ ഇസം എന്നാണ് പറയുന്നത്. അതായത് മുഹമ്മദിന് മുന്നേ ഉള്ള പ്രോഫറ്റുമാരൊക്കെ ഉണ്ട്, ഓക്കെ, അത് കഥകൾ അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. പക്ഷെ മുഹമ്മദ് കഴിഞ്ഞ് പ്രോഫറ്റ് ഇല്ല, പ്രോഫറ്റിന്റെ ഉൽപാദനം നിർത്തിവെച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. മറ്റു മതങ്ങളും ഇസ്ലാമുമായിട്ടുള്ള വ്യത്യാസം, ഇറ്റ്സ് എ ലാസ്റ്റ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരാൾ വരുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് എത്ര വലിയ സെക്ടർ, എത്ര വലിയ എന്താ പറയുന്നത്, ഒരു ഫാഷിസം ആണെന്ന് ആലോചിച്ചു. എനിക്ക് ആഫ്റ്റർ മീ പ്രളയം, ഇതാണ് ഇസ്ലാം. അതെങ്ങനെ നടക്കും? ഈ പരമ്പര സമയത്തെ തന്നെ അവിടെ വെച്ച് അങ്ങ് ഫ്രീസ് ചെയ്യണം, ഫോസിലൈസ് ചെയ്യണം. പ്രോഫറ്റ് കൂട്ടിനെ ഫോസിലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇസ്ലാം. അതിൽ നിന്നാണ് മനസ്സിലാക്കുക എത്ര വലിയ വ്യക്തി താല്പര്യമാണ് അവിടെ പ്രകടമാകുന്നത്. ഒരുപാട് പ്രോഫറ്റ്സ് ഉണ്ട്, ദൈവം പ്രവാചകൻ വഴി സംസാരിക്കുന്നു. പിന്നെ ഒരു പ്രവാചകനാകുമ്പോൾ ദൈവത്തിന് സംസാരിക്കേണ്ട ഒന്നും വേണ്ട, പിന്നൊന്നും, എല്ലാ കാലത്തേക്കുള്ള കാര്യങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് എഴുതി വെക്കുക. എത്ര വിചിത്രവും വികലവും ആയിട്ടുള്ള ഒരു സങ്കല്പം തന്നെയാണത്. എത്ര വികലമായ ഒരു സങ്കല്പം എന്ന നിലയില്ല, യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സങ്കല്പം എന്ന നിലയിൽ തന്നെ എത്ര വലിയ ജനാധിപത്യ വിരുദ്ധവും വ്യക്തി കേന്ദ്രീകൃതവും വികലവുമായിട്ടുള്ള ഒരു സങ്കല്പം. അപ്പൊ ഇതാണ് പ്രശ്നം. വേറൊരു പ്രവാചകൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം മുഹമ്മദിന്റെ കാലത്ത് തന്നെ വേറെ പ്രവാചകന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് എല്ലാവരെയും ഒതുക്കിയത് കൊണ്ട് മുഹമ്മദ് ഫൈനലായി വന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന ആളാണ് മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്നത്.